അപ്പോൾ ഫ്രണ്ട്സ്, പുതിയൊരു വേൾഡ് തുടങ്ങിയിട്ടുണ്ട്. ഈ വേൾഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വേൾഡിൽ കള്ളന്മാർ സാധാ വില്ലേജേഴ്സും താമസിക്കുന്ന ഒരു വേൾഡാണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞാൽ തന്നെ വേണമെങ്കിൽ കള്ളന്മാരെ കാണാം, സാധാ ആൾക്കാരെയും കാണാം. മീൻസ് പാവപ്പെട്ട ആൾക്കാരെ വില്ലേജേഴ്സിനെയും കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ തിരിഞ്ഞാൽ വരെ കാണാം. നല്ലൊരു ഭയമാണ്. നല്ല വേൾഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭയമാണ്. ഗൈസ്, ഇതൊരു വില്ലേജ് റോഡിൽ പോകണം. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു പരിപാടി ഉണ്ട്. നല്ല സ്പീഡിലാണ് പോകണം. നമ്മളെ കണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇവർ കള്ളനായിരിക്കും. നമുക്ക് എന്തായാലും അവൻ്റെ പിറകെ പോയി നോക്കാം. നല്ല സ്പീഡിലാണ് ഗൈസ് അവൻ പോകുന്നത്. നമുക്കുപോലും അത്ര സ്പീഡില്ലെന്ന് തോന്നുന്നു. കണ്ടാ, ഞാൻ അവൻ്റെ പിറകെ പോയി നോക്കാം. ഓക്കെ, ഗൈസ്, ഡെസേർട്ട് ടെമ്പിളിലോട്ടാണ് വന്നത്. ഇപ്പോഴാണ് കാര്യം മനസ്സിലായി. ഒരു കള്ളനായിരിക്കും. അത് ഡെസേർട്ട് ടെമ്പിൾ കണ്ടുപിടിച്ച് അത് മോട്ടിക്കാൻ വന്നായിരിക്കും. ഇവനെന്തായാലും വെടിയിച്ചില്ല. നമ്മളെ തോക്കൊക്കെ ഉണ്ട്. തോക്കുള്ളതുകൊണ്ട് അവൻ ഒറ്റ വെടിയിൽ തീർക്കും. എന്തായാലും അവൻ എന്തിനാണ് കാണിക്കാൻ പോകേണ്ടത് നമുക്കൊന്ന് നോക്കാം. അവനെ നോക്കി തപ്പി ഇപ്പം രാത്രിയായി. അവന് കാണാനില്ല. അവൻ നമ്മളെ കണ്ട് എവിടെ ഒളിച്ചിരിക്കണമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം ഗൈസ്, അവൻ നമ്മളെ കണ്ടെന്ന് തോന്നുന്നു. അവൻ ഒരുമാതിരി നമ്മൾ നോക്കി. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും അവൻ നമ്മളെ കണ്ട്. അവൻ എന്തിനാണ് കാണിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരുമാതിരി ഒരു നോട്ടമൊക്കെ നോക്കണം. അങ്ങനെ അതിൻ്റെ അകത്ത് വേറൊരു പരിപാടി നടത്തണമുണ്ട്. ഗൈസ്, അവൻ അതിൻ്റെ അകത്ത് ഹോളിട്ട് ചാടി. ഇവൻ ഒരു പ്ലെയറിനെ പോലെയാണ് ചെയ്യണത്. ഈ വില്ലേജർ കണ്ട ഒരു പ്ലെയറിനെ പോലെയാണ് ആക്ട് ചെയ്യണത്. അവൻ പ്രഷർ പ്ലേറ്റ് ചവിട്ടി. ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ജസ്റ്റ് പൊട്ടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, അവൻ്റെ കാര്യം എന്തായാലും നിങ്ങൾ നമുക്ക് വല്ല നല്ല സ്ഥലം ഉണ്ടെങ്കിൽ നോക്കാം. വില്ലേജ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് സ്ഥലം മാറ്റാം. ഫ്രണ്ട്സ്, അവനെങ്ങനെ ഇവിടെ എത്തി? നല്ല സ്പീഡിലാണ് ഓടണം. ഇവന് എന്തോ പവർ ഉണ്ടെന്നാണ് തോന്നണത്. അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും. എന്തായാലും നമുക്ക് അവൻ എന്തിനാണ് അവൻ്റെ പരിപാടി നോക്കാം. ഈ വേൾഡ് മൊത്തം കള്ളന്മാരും സാധാ പാവപ്പെട്ടവരാണുള്ളത്. അപ്പോൾ കള്ളന്മാരും മോട്ടിക്കും. അപ്പോൾ ഇവ അത് മോട്ടിച്ചുകൊണ്ട് അവൻ എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ അവൻ എന്തിനാണ് ചെയ്യാൻ പോണതെന്ന് നമുക്ക് എന്തായാലും നോക്കാം. അവ ഓടിയിട്ട് മറ്റേ അപ്പുറത്തെ ബയോമിലോട്ടാണ് പോകണമെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. നല്ല സ്പീഡിലാണ് അവൻ പോണത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫ്രണ്ട്സ്, അവൻ ആ കേവിലോട്ടാണ് പോയത്. കേവിലപ്പോൾ എന്തോ അവൻ്റെ ബേസ് അവിടെയാണെന്നാണ് തോന്നണത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഒന്നുമില്ലെന്നാണ് തോന്നുന്നത്. അവൻ്റെ ബേസ് ഒരു കേവിൻ്റെ അകത്തൊക്കെ വെച്ചാൽ ഗൈസ് അവൻ്റെ ചെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെസ്റ്റിനകത്ത് എന്തെങ്കിലും കാണാം. നമുക്ക് ഒരു ദിവസം ജീവിക്കാനുള്ള സാധനങ്ങൾ ആ ചെസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ചെസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ വെക്കുന്നുണ്ട്. ഇതോ സൈഡിൽ ഒരു ഡയമണ്ടൊക്കെ വീണിട്ടുണ്ട്. അപ്പം നല്ല കള്ളനാണെന്നാണ് തോന്നുന്നത്. ഡയമണ്ടൊക്കെ മോട്ടിച്ച് അവൻ ഗൈസ് ഇങ്ങോട്ട് പോകുന്നു. അപ്പുറത്തെ സൈഡിലോട്ട് എന്തിനാ പോയി? അവിടെ വല്ല ഇനി മോട്ടിക്കാൻ പോയിരിക്കും. നമുക്ക് എന്തായാലും ആ ചെസ്റ്റിൻ്റെ അകത്ത് എന്തിനാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടണമെങ്കിൽ ഫ്രണ്ട്സ്, ചെസ്റ്റിൻ്റെ അകത്തൊന്നുമില്ല. ആകെ ഒരു ഡയമണ്ട് കിട്ടി. എൻ്റെ കയ്യിലിങ്ങനെ ഡയമണ്ട് മാത്രം. ഇതാണ് അവൻ ഉണ്ടാക്കിയത് ഇത്രയും നേരം അതിൻ്റെ അകത്തിരുന്നിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, രാവിലെ വരെ ഇരുന്ന സമയം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവൻ്റെ ബോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കള്ളൻ ഭാസ്ക, നീ വിചാരിച്ച ഞാൻ കണ്ടില്ലെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അവനെ നമ്മൾ കണ്ടെന്ന് അവന് നല്ല ഉറപ്പുണ്ട്. അവൻ നല്ല സ്പീഡിൽ ഓടണം. ഇത് വായിച്ച് നമ്മൾ കണ്ടു കാണും. ഓക്കെ, നമ്മൾ എന്തായാലും അവനെ ഒന്ന് കൊന്നിട്ടേ പോകുള്ളൂ. നമ്മളെ ചലഞ്ച് ചെയ്തിട്ടാണ് അവൻ പോയിക്കുന്നത്. അവൻ എന്തായാലും തീർക്കും ഫ്രണ്ട്സ്. അവന് പിറകെ ഓടാം. അവൻ്റെ സ്പീഡ് ഉണ്ട് ഫ്രണ്ട്സ്, നല്ല സ്പീഡുണ്ട്. അപ്പോൾ ഇവൻ നല്ലൊരു കള്ളം തന്നെയായിരിക്കും. എന്തായാലും ഈ വീഡിയോ തന്നെ തീർക്കും ഞാൻ. ഓക്കെ ഫ്രണ്ട്സ്, അവൻ നല്ല സ്പീഡിലാണ് ഓടുന്നത്. സാധാ വില്ലേജറിൻ്റെ ജോലി ചെയ്താൽ മതി. പിന്നെ മോഷണമൊക്കെ ചെയ്യണോ? വേണ്ടായിരുന്നു. ഇങ്ങനെ മോഷണം ചെയ്യണ്ടായിരുന്നു. എന്നാലും വില്ലേജേഴ്സൊക്കെ ഇങ്ങനെ ആയല്ലോ ഈ വേൾഡിലെ അവസ്ഥ. ഓക്കെ ഫ്രണ്ട്സ്, അവൻ ഈ സൈഡിലോട്ടാണ് ഓടിപ്പോയത്. അവൻ എന്തോ പണി നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അവൻ എന്തായാലും ഈ വീഡിയോയിൽ തീർക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. അവൻ എന്തോ ഒരു പണി നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, പ്രഷർ പ്ലേറ്റാണ് വെച്ചത്. അപ്പോൾ അവിടെ എന്തോ TNT ഉണ്ട്. പക്ഷേ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ക്രിയേറ്റീവ് മോഡാണ്. പൊട്ടനാണെന്ന് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. എന്തായാലും ഇവനെ ഒന്ന് വെടിയിച്ച് കൊല്ലാം. ഓക്കെ ഫ്രണ്ട്സ്, അവൻ്റെ കാര്യം എന്തായാലും തീർന്ന്. ഇവനെ അങ്ങ് വെടിയിച്ച് കൊല്ലുകയാണെങ്കിൽ ബെറ്റർ. നീ ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇവൻ്റെ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ പറയാനുള്ളൂ. ഇങ്ങനത്തെ കൂടുതൽ കണ്ടൻറ്റായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.